കരയുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തെ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. സർവകവാടം തുറക്കൂ നാഥാ, കാരുണ്യമായി പോടെ നോക്കൂ. നിൻവിളിക്ക് കണ്ണു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്ത നാഥാ, നിന്റെ സന്നിധി ചേരാനായി വാതിലിൽ മുട്ടുന്നു ദാസി. സ്വർഗകവാടം തുറക്കൂ നാഥാ, കാരുണ്യമായി പോടെ നോക്കൂ. നിന്നിലേക്ക് കണ്ണു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യങ്ങളായി ദൈവമേ, അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങ് ഈ ലോകത്തിന് വിളിക്കുവാൻ തിരുവുള്ളനായ അങ്ങയുടെ പ്രിയ ദാസി മേരി ജേക്കബിൻ്റെ ആത്മാവിനെ ശാന്തിയും പ്രകാശവും നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് അങ്ങയെ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ ദൈവമേ, കേഴുന്നവർക്ക് ആശ്വാസം നൽകുന്നതാണ്. അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിൻ്റെ ഇരുളിനെ ജീവന്റെ പുലരിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാത്തരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെയും സഭാംഗങ്ങളെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുത്ഥാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരരോട് ഒന്നുചേർന്നതിന് അപരാധപ്പെട്ടവരും ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളുന്നു. സഹോദരരെ, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്നറിൽ ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് പ്രിയപ്പെട്ട സിസ്റ്റർ മേരി ജേക്കബിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കും. ലാസറിൻ്റെ ശൗചത്തിൽ നിങ്ങൾ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്തരായി ഞങ്ങളുടെ കണ്ണീർ കുറച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ സിസ്റ്ററിന് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കളന് പരദേശ വാഗ്ദാനം ചെയ്ത കർത്താവെ,
ഈ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ജ്ഞാനസ്നാനം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായി നിങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഞങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വദാ ജാഗ്രത കാണിച്ച് ഈ ദാസ ചെയ്തു പോയ തെറ്റുകളുടെ അപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാള് കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ധ്യാനത്തിൽ സൗജന്യം അറിയിക്കുവാനും ശിശുവിൻ്റെ ആത്മാവിന് വേണ്ടി ശാന്തി പ്രാർത്ഥിക്കുവാനുമായി ഇന്ന് നമ്മോടൊപ്പം ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ പിതാവ് തിരുവനന്തപുരം അതിരൂപതയുടെ കൊച്ചു പിതാവ് ബഹുമാനപ്പെട്ട ക്രിസ്താസ് പിതാവിന് താമീൻ പ്രോവിൻസിൻ്റെ പേരിലും സെൻറ് ആൻസ് കോൺഗ്രിഗേഷൻ്റെ പേരിലും ഞങ്ങളുടെ എല്ലാ സിസ്റ്റേഴ്സിൻ്റെ പേരിലും ഉള്ള കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്നേഹങ്ങളെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ എല്ലാ സിസ്റ്റേഴ്സിനും അനുശോചനവും പ്രാർത്ഥനയും വിശുദ്ധ പത്രോസ്ലിഹ റോമ ദേവാലയങ്ങളുടെ പേരിൽ അറിയുകയാണ്. വേദിയിലെ സിസ്റ്റർ യുഗാലയുടെ തന്റെ നിശ്ചിതമായ സേവനം
ചെയ്ത് അവിടെ നിന്നാണ് ഉൾക്കട കടന്നു വന്നു. സിസ്റ്ററിനോടൊപ്പം 2 വർഷക്കാലോ സിസ്റ്ററിനോടൊപ്പം ഇടവഴിയിലായിരിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുന്ന ഒരു സിസ്റ്ററായിരുന്നു നേരിടുന്ന സിസ്റ്റർ. വർഷമൊക്കെ കഴിക്കാൻ അർപ്പിച്ചിരുന്ന സിസ്റ്ററുടെ താമസം ഒക്കെ എപ്പോഴും മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. സിസ്റ്ററിൻ്റെ ആ വലിയ സേവനം ഉണ്ടെങ്കോട് അവിടെ ക്രിസ്തുസായിട്ട് ഒത്തിരിയേറെ മക്കൾക്ക് ആശ്വാസവും സൗഖ്യവും ശിശുവിൻ്റെ ആ ശുശ്രൂഷകളിൽ ലഭിച്ചു. അതോടൊപ്പം മതരായതുകൊണ്ട് മറ്റ് മേഖലകളിൽ ശിശുവായിരിക്കുന്ന സ്ഥലത്ത് നന്ദിയോടെ ഓർക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആത്മാവിന് നിത്യവിശ്രാന്തി നൽകുക. പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാന്യവനായ പിതാവേ, ഞങ്ങളുടെ ശിസ്തുന്ന പാപങ്ങളിൽ നിന്ന് മോചനവും അങ്ങയുടെ രക്ഷാകരണത്തിൽ നിന്നുള്ളതാകുന്ന സന്തോഷത്തിൽ പങ്കാളിത്തം ലഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ സഹോദരത്തിലേക്ക് അങ്ങയുടെ ജീവദായകമായ തിരുവായ്മൊഴി കേട്ടാനന്ദിക്കുവാൻ അനുഗ്രഹം അറിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിന്റെ ഉയർത്തിലൂടെ നിത്യാനന്ദ മോക്ഷം ലഭിക്കുമെന്ന പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ച് ഞങ്ങളുടെ ഈ സഹോദരിക്ക് നിത്യമായ ശാന്തിയും പ്രകാശം കൽപ്പിച്ചെണ്ണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, ജ്ഞാനസ്ഥാനത്താണ്
ജീവികാരണക്കാട്ടുമായ ഈ സഹോദരിയുടെ ശരീരം അങ്ങയുടെ പുത്രന്റെ പ്രത്യാഗങ്ങളുടെയും പുനർജീവൻ പ്രാപിച്ചിരിക്കാൻ നിർമ്മാസ അനുഭവിക്കേണ്ടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ഈ സഹോദരി മാലാഖമാരോടും വിശുദ്ധരോടും ഒക്കെ സ്വർഗത്തിലാണ് വരുന്ന അങ്ങയുടെ തിരുമുഖം ദർശിച്ച് ആനന്ദിക്കുവാൻ അനുഗ്രഹം വന്നവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, ഈ ലോകത്ത് ഞങ്ങളുടെ പക്കലേക്ക് വിളിക്കുവാൻ തിരൂഢമായ അങ്ങയുടെ ദാസി സിസ്റ്റർ മേരി ജേക്കബിന്റെ ആത്മാവിനെ അങ്ങ് സ്വീകരിക്കണമേ. ഇയാളെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെയും ചേർത്ത് ഉയർപ്പിന്റെ മഹിമയിൽ പങ്കാളിയാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. യേശുവിന്റെ ആത്മാവ് പരിചയത്തിൽ എല്ലാ വിശ്വാസിയുടെ ആത്മാക്കളും കർത്താവിന്റെ കാരണത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകയിൽ ആകുള്ളൂ രക്ഷയിപ്പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. ദിവ്യപ്രകാശത്തിലാൽ വിശ്രാമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ, അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. സ്വർഗ്ഗകവാടം തുറക്കൂ, കാരുണ്യവായ്പോടെ നോക്കൂ, നിന്നിലേക്ക് കണ്ടുവന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മണ്ണീതിൽ ജീവിച്ച നാളിൽ വലിയ വീഴ്ചകൾ വന്നു പോയെങ്കിൽ സർവം പൊറുക്കണേ നാഥാ, നിന്റെ കാരുണ്യമളവറ്റതല്ലോ. കവാടം തുറക്കൂ, നാഥാ കാരുണ്യവായ്പോടെ നോക്കൂ, നിൻവിളിക്ക് കണ്ടുവന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. മുട്ടുവിൻ വാതിൽ തുറക്കും എന്നു നേരായരുൾ ചെയ്തനാഥ, നിന്റെ സന്നിധി ചേരാനായി വാതിൽ
സ്വർഗകവാടം തുറക്കൂ നാഥ കാരുണ്യവായ്പോടെ നോക്കൂ നിൻ വിളിക്ക് തന്നു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. എനിക്ക് നൽകപ്പെട്ടിട്ടുള്ളവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടാതെ അവസാന ദിവസം അവരെ ഞാൻ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം എന്നരുൾ ചെയ്ത യേശുനാഥനിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, അങ്ങയുടെ സ്നേഹിതനായ നാസറിനെ മരിച്ചവൻ നിന്ന് ഉയർപ്പിച്ചു വരും. അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഈ ദാസിയെ നിത്യജീവനും അനശ്വരവുമായ മഹത്വം നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ജന്മന കുരുടനായവന്റെ കണ്ണുകൾ അങ്ങ് തുറക്കുകയും വിശ്വാസത്തിന്റെ വെളിച്ചത്താൽ അങ്ങയുടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്തുവല്ലോ. ജീസസിന്റെ ജീവിതം മുഴുവനും പ്രത്യാശയോടെ കാത്തിരുന്ന് നിത്യജയ സിസ്റ്ററിന്റെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറിയത്തിനും തളർവാദ രോഗിക്കും നല്ല ഫലനവും അങ്ങ് പാവപ്രതിയും കടങ്ങളിൽ നിന്നുള്ള മോചനവും നൽകി ദിവ്യമായ സന്തോഷവും സമാധാനവും കൊണ്ട് അവരെ സമ്പന്നരാക്കിയല്ലോ. പരേതയായ ഞങ്ങളുടെ പ്രിയ സഹോദരി മേരിക്കും പാപങ്ങളിൽ നിന്ന് മോചനവും അങ്ങയുടെ രക്ഷാകര കർമ്മത്തിൽ നിന്നുളവാകുന്ന സന്തോഷത്തിൽ പങ്കാളിത്തവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കുദാശകളാൽ അഭിഷിക്തവും അങ്ങയുടെ ശരീര രക്തങ്ങളാൽ പരിപോഷിതവുമായ ഞങ്ങളുടെ സഹോദരിയുടെ നശ്വരമായ ശരീരം അങ്ങയുടെ പ്രത്യാഗമന വേളയിൽ അനശ്വര മഹിമയോടെ ഉയർത്തെഴുന്നേൽക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്നും അവിടെ ഞങ്ങൾക്കായി സ്ഥലം സജ്ജമാക്കിയിരിക്കുന്ന ശേഷം വീണ്ടും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. മാലാഖമാരും വിശുദ്ധരും വസിക്കുന്ന ഈ സ്വർഗീയ ഭവനത്തിൽ ഒരിക്കൽ ഞങ്ങളുടെ പരേതയായ ഈ സഹോദരിയോടൊപ്പം അങ്ങയുടെ തിരുമുഖം ദർശിച്ചാനന്ദിക്കുവാൻ ഈ കുടുംബാംഗങ്ങളെയും ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് അങ്ങേ പക്കലേക്ക് യാത്രയായ ഞങ്ങളുടെ പ്രിയ സഹോദരി സിസ്റ്റർ മേരി ജേക്കബിന്റെ ആത്മാവിനെ അങ്ങ് കരുണയോടെ സ്വീകരിക്കണമേ. ഈ ജീവിതത്തിലൂടെ ഈ സിസ്റ്റർ സേവനം ചെയ്ത എല്ലാ സമൂഹത്തിനും ലഭിച്ച എല്ലാ നന്മകൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ സഹോദരയുടെ ജീവിതം പൂർണ്ണമായും അങ്ങയുടെ സന്നിധിയിൽ നീതിയുള്ളതായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിലും മാനുഷികമായ ബലഹീനതയിൽ ഈ സഹോദരി വന്നുപോയ എല്ലാ പാപങ്ങളും അങ്ങ് കഴുകി വെടിപ്പാക്കി ഈ സഹോദരി അങ്ങയുടെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് അനയിക്കണമേ. മാലാഖമാരും സകല വിശുദ്ധരും ദർശന കന്യകാമറിയവും ഈ സഹോദരിയെ സ്നേഹത്തോടെ അനയിച്ചങ്ങേ സന്നിധിയിൽ എത്തിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവേ, ഈ സഹോദരിക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. ഈ സഹോദരന്റെ ആത്മാവും മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കൃപയും സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ.
ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു. വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിയിടുമെൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാൺമാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തന്മക്കളിൻ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരും അടുത്തിൽ വരും. ഞാൻ നിങ്ങളെ ആശംസിക്കാം. സഹോദരി ജ്ഞാനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെട്ടു. ഈ തീർത്ഥജലത്തിലൂടെ കാരുണ്യവാനായ ദൈവത്തിന്റെ എല്ലാ പാപക്കറകളിൽ നിന്ന് കഴുകി ഒഴിപ്പാക്കി സ്വർഗീയ ഭവനത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അപ്പോൾ ഈ ക്രിസ്തുവിനാൽ പ്രകാശിതയായി ജീവിതകാലം മുഴുവൻ പ്രകാശത്തിന്റെ മകളായി വളർന്നുകൊണ്ട് ഈ വെളിച്ചം നീ കാത്തുസൂക്ഷിച്ചു. ഇപ്പോൾ നിത്യഭവനത്തിലേക്കുള്ള നിന്റെ യാത്രയിൽ ഈ ദീപനാളം നിന്റെ പാതകൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാകട്ടെ. കർത്താവേ,
വിശ്രാമം കൊള്ളട്ടെ എന്നുമെന്നും. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. അപേക്ഷിക്കുന്നു. അങ്ങ് ലോകത്തിൽ നിന്ന് വിശ്വാസികളുമായ ദാസി സിസ്റ്റർ മേരിയുടെ ആത്മാവിനെ ശാന്തി പ്രകാശം നിറഞ്ഞ സ്വർഗരാജ്യത്തെ സ്വീകരിച്ച് അങ്ങേ വിശുദ്ധരുടെ സമൂഹത്തിൽ ചേർക്കുവാൻ കഴിയുന്നതാണേ. കർത്താവായ ക്രിസ്തുവിനെ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടോളമേ. കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനായ ദേവി, പേഴുന്നവർക്ക് ആശ്വാസം അറിയുന്ന അനന്തമായ സ്നേഹവായ്പോടെ ഞങ്ങളെ പരിരക്ഷിക്കുകയും മരണത്തിൻ്റെ ചുരുളിനെ ജീവന്റെ പുരടിയായി മാറ്റുകയും ചെയ്യുന്നുവല്ലോ. ദുഃഖാത്തരായി വിലപിക്കുന്ന ഈ കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം അങ്ങയുടെ പുത്രനെ ഞങ്ങളാർക്കാമായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ഞങ്ങളുടെ മരണം സംഹരിക്കുകയും തിരുവുദ്ധാനത്താൽ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും ചെയ്തു. ജീവിതയാത്ര അവസാനിക്കുമ്പോൾ കണ്ണീരെല്ലാം ഒപ്പിയെടുക്കപ്പെടുന്ന സ്വർഗരാജ്യത്ത് ഞങ്ങളുടെ സഹോദരനോട് ഒന്നുചേരുന്നതിന് അർഹരാകത്തക്ക വിധം ജീവിതം നയിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. പ്രിയ സഹോദരി, ഞാൻ സ്നാനത്തിൽ നിന്നെ അണിയിച്ച വെള്ളവസ്ത്രം നീ ക്രിസ്തുവിന് വസ്ത്രം അണിഞ്ഞു എന്നതിൻ്റെ ഭാഗ്യാടയാളമായിരുന്നു. മഹിമേറി പദവി മലിനപ്പെടാതെ ആസ്വദിച്ച് നിത്യ സൗഭാഗ്യത്തിന് അർഹയാവുന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ ഈ വെള്ളവസ്ത്രം. പ്രിയ സഹോദരി, ഞാൻ സ്നാനത്തിലൂടെ നീ ക്രിസ്തുവിനോടൊപ്പം മരിക്കുകയും ഉയർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവനും ഈ പെസഹാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് നീ ക്രിസ്തുവിനോടൊപ്പം ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ഈ കടന്നു പോകൽ അഥവാ പെസഹാരേസ്യം നിന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ അടയാളമായിരിക്കട്ടെ മരണത്തിൻ്റെയും ജീവന്റെയും ചിഹ്നമായി കുരിശുരൂപം. പ്രിയ കുടുംബാംഗങ്ങളെ, ബന്ധുക്കളെ, നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും വിടചൊല്ലലിൻ്റെ പ്രതീകമായി പുഷ്പങ്ങൾ മൃതദേഹത്തിൽ ചാർത്തുക. നിങ്ങളോടൊപ്പം സ്വർഗത്തിലെ മാലാഖമാരും വിശുദ്ധരും സ്വർഗീയ പുഷ്പങ്ങൾ കൊണ്ട് ഇയാൾ അലങ്കരിക്കുമാറാകും. പുഷ്പങ്ങളും ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടെന്നോടൊന്നും എൻ്റെ താതൻ ചെയ്തയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ
പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, സഹോദരിമാരെ, പേരിയമ്മയുടെ പ്രിയ കുടുംബാംഗങ്ങളെ, പ്രിയ ഇടവകരെ, സഹോദരി മേരിക്ക് ഏപ്രിൽ 24 1937 ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ ശ്രീമാൻ ചാക്കോ, ശ്രീമതി മറിയം എന്നീ ദമ്പതികൾക്ക് 9 മക്കളിൽ ആദ്യത്തെ കൺമണിയായി ലഭിച്ചു. തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം വണ്ടമണ്ഡലത്തിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം മുതലപ്പുഴത്തിലും പൂർത്തിയാക്കി. തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോൺവെന്റ് സ്കൂളിലായതുകൊണ്ട് കാലം ഒരു കന്യാസ്ത്രീയാകണമെന്ന വലിയ ആഗ്രഹം തന്റെ മാതാപിതാക്കളോട് ഉണർത്തിച്ചു. എന്നാൽ പ്രിയ മാതാവ് പൂർണ്ണ ഗർഭിണിയായിരുന്നതുകൊണ്ട് തന്റെ ആഗ്രഹത്തിന് മുൻതൂക്കം കൊടുക്കാതെ അനുവാദം നിഷേധിച്ചു. എങ്കിലും കുറച്ചു നാളുകൾക്ക് ശേഷം ഈശോയോടുള്ള അതിയായ സ്നേഹത്താൽ മാതാപിതാക്കളുടെ സമ്മതം ഇല്ലാതെ തന്നെ തിരുച്ചിറപ്പള്ളി വിശുദ്ധ അന്നായുടെ സഭയിലേക്ക് അടിയെടുത്ത് വയ്ക്കുകയും 1959 മെയ് 20 പ്രഥമ വ്രതവാഗ്ദാനവും 1964 മെയ് 17 നിത്യവ്രത വാഗ്ദാനവും സ്വീകരിച്ച് ഈശോയുടെ സ്വന്തം മണവാട്ടിയായി സന്യസ്ത ജീവിതം ആരംഭിച്ചു. സഹോദരി അനുഭവിച്ച മണവാളന്റെ സ്നേഹവും കരുതലും തന്റെ കൂടപ്പിറപ്പുകൾക്കും സഹോദരിയിലൂടെ അനുഭവവേദ്യമായിരുന്നു. അങ്ങനെ കുടുംബത്തിൽ ഒരു സഹോദരൻ വൈദികനായും ഒരു സഹോദരി കന്യാസ്ത്രീയായും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു. തന്നിൽ നിക്ഷിപ്തമായിരുന്ന ഏത് സേവനവും, പ്രത്യേകിച്ച് തന്റെ ആതുര സേവനം ആരംഭിച്ച നാൾ മുതൽ കർത്താവിന് സ്വീകാര്യമായി തന്റെ കരങ്ങൾ ഈശോയുടെ കരങ്ങളായി പ്രവർത്തിച്ച് അനേകായിരങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീർന്നു. തുടർന്ന് മേലത്തൂർ, വെട്ടുവാങ്കുഴി, ചെന്നൈ, തിരുച്ചി, കുണ്ടൻകോട്, കാന്തല്ലൂർ, മുട്ടട, ആയിര, കീഴാരൂർ എന്നീ സമൂഹങ്ങളിൽ ദൈവം തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ചിട്ടയോടും കഠിനാധ്വാനത്തോടും നിറഞ്ഞ മനസ്സോടും ദൈവത്തിന് അനുസൃതമായി പൂർത്തിയാക്കി. ഏറെ പ്രത്യേകമായി ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം പിന്നിട്ട 14 വർഷങ്ങൾ നമ്മുടെ ഈ മുട്ടട ഇടവകയ്ക്ക് വേണ്ടി തന്റെ നിസ്വാർത്ഥമായ ആതുര സേവനത്തിന് മുഴുവനായി തന്നെ തന്നെ സമർപ്പിച്ച് ജനം മനസ്സുകളിൽ ഇടം നേടുകയും ചെയ്തു. ഒരു 50 വർഷങ്ങൾക്ക് മുൻപ് നമുക്കറിയാം എങ്ങനെയായിരുന്നു മെഡിക്കൽ ഫീൽഡ്. ആ സമയത്ത് തന്റെ കരങ്ങൾ കർത്താവിന്റെ കരങ്ങളായി മാറ്റി അനേകായിരങ്ങൾക്ക് തന്റെ മണവാളനായ ക്രിസ്തുവിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് രോഗസൗഖ്യം നൽകാനും അങ്ങനെ ആതുര ശുശ്രൂഷയുടെ ദൈവസ്നേഹം പങ്കുവാനും പ്രിയ സഹോദരിക്ക് സാധിച്ചു. കഠിനമായ അധ്വാനത്തിന്റെ അവസാനമെന്നോണം തന്റെ പൊന്നുതമ്പുരാന്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആയിരിക്കുവാൻ തന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തന്റെ മണവാളന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു കയ്യിൽ ജപമാലയും മറുകൈയിൽ വിശുദ്ധ കുരിശും മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയുടെ നാമം തന്റെ അതരത്തിൽ ഉരുവിട്ടുകൊണ്ട് ഈ ജീവിത തീർത്ഥാടന യാത്ര സാഫല്യമാക്കി. തന്റെ സ്വർഗീയ സമ്മാനത്തിനായി ഇന്ന് വെളുപ്പിന് 12:45 യാത്രയായി. പ്രിയ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ സഭയ്ക്ക് ഡാമി പോലീസിന് നിങ്ങൾ നൽകിയ ഈ
ആത്മീയതയ്ക്കായി നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്ററുടെ വേർപാട് കുടുംബാംഗങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു തീരാ നഷ്ടമാണ്. പക്ഷേ നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുവാൻ ഒരാളുകളെ പോയിരിക്കുന്നുവെന്ന്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചേച്ചിയുടെ ആ മധ്യസ്ഥം നിങ്ങളുടെ കുടുംബത്തിന് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ജീവിതം കൊണ്ടും മരണം കൊണ്ടും വിശുദ്ധമായ ജീവിതം നയിച്ച മേരിയമ്മ തുടർന്നും നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഈ ദിവ്യബലിയിൽ പങ്കുചേരാം. അമ്മയുടെ ആത്മാവിന്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാം. തമ്പുരാന്റെ സ്നേഹവും സമാധാനവും പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പാവങ്ങൾ പുറത്ത് ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. മരിച്ചവരിൽ നിന്ന് ദാനം ചെയ്ത് അങ്ങനെ തുടർന്നുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങനെ ശിശുമേരിയുടെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ പ്രത്യാശയും ദൃഢീകരിക്കണം. അങ്ങനെയുള്ള സഹോദരനെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും കുനിഞ്ഞെന്ന് വരാം. എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടുന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടതിനു ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുന്നത് തീർച്ച. മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സ്ഥാപിച്ചിരിക്കുന്നത്. കർത്താവിന്റെ വചനം. വിശുദ്ധ സുവിശേഷങ്ങളായ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ സ്ഥലമൊരുക്കാൻ പോകുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങളുടെ സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നത് നിങ്ങളുമായിരിക്കണമെന്ന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് കർത്താവിന് നീ എവിടേക്ക് പോകുമെന്ന് ഞങ്ങൾ അറിഞ്ഞുകൂടാ. പിന്നെ വഴി ഞങ്ങൾക്ക് അറിയും. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവൻ ഞാനാണ്. എന്നിലൂടെ ആരും പിതാവിന്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിന്റെ
സുവിശേഷം ഈശോയുടെ സിസ്റ്ററിനെ നമ്മളൊക്കെ പരിചയം ആ ബോധത്തിൽ സിസ്റ്റർ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സൗഖ്യം മറ്റുള്ളവർക്ക് തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു കൊടുത്ത ഒരു ജീവിതമാണ് സിസ്റ്ററിൻ്റെ. 2 വർഷത്തോളം വേദിയിലേക്കുമ്പോൾ സിസ്റ്ററിനോടൊപ്പം വീടാനിൽ ഇടപെടാനുള്ള ഒരു ഭാഗ്യവരികയും കമ്മ്യൂണിറ്റിയിലേക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ കടന്നിരിക്കുമ്പോൾ സിസ്റ്ററിൻ്റെ തമാശകളും അതോടൊപ്പം തന്നെ വൈദികരോട് സിസ്റ്റർ കാണിക്കുന്ന പ്രത്യേക സ്നേഹവും പ്രോത്സാഹനവും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങളിന്ന് വണ്ടിയിൽ കൊണ്ടുവരുമ്പോൾ വലിയ സിസ്റ്റർ പറയുകയായിരുന്നു, ഉണ്ടങ്കോട് മകനായിരിക്കുമ്പോൾ +2 അവർ പഠിക്കാൻ പോയി താമസിച്ച് കഴിഞ്ഞാൽ മദർ സിസ്റ്റർ ശിക്ഷണത്തിലുള്ള അവരെ അന്വേഷിക്കാനായിട്ട് പറഞ്ഞുകൊടുക്കുകയാണ്. അത്രമാത്രം കരുതലുണ്ടായിരുന്ന ഒരമ്മയാണ് വേദിയിലേക്കുള്ള സിസ്റ്റർ. കാണുമ്പോൾ നമ്മളുടെ ചില പേടികളിലും ഉള്ളിൽ നമ്മളോടുള്ള വലിയ കരുതലും സ്നേഹവും സൂക്ഷിക്കാൻ സിസ്റ്ററാണ് വേദിയിലേക്കുള്ള സിസ്റ്റർ. ആയിരുന്നപ്പോൾ സിസ്റ്ററിൻ്റെ സാന്നിധ്യം ഏവർക്കും ഒത്തിരി സന്തോഷം പറയുകയാണ്. വളരെ സിസ്റ്റർ ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ സിസ്റ്ററിൻ്റെ ആ സാന്നിധ്യം അത് ദേവാലയത്തിനായാലും മഠത്തിനായിരുന്നാലും ഇടവക ജനങ്ങളുടെയിലായിരുന്നാലും സിസ്റ്ററിൻ്റെ ആ സാന്നിധ്യം വലിയ സന്തോഷം പകരുമായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത തൻ്റെ ജീവിതത്തിലൂടെ പകർന്നു കൊടുത്ത ഒരു വിശുദ്ധ ജീവിതം നയിച്ച സിസ്റ്ററിൽ നിന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി നമുക്ക് വിശ്വസിക്കാൻ കരങ്ങളിൽ ഉണ്ട്. കാരണം വിശുദ്ധമായ ഒരു ജീവിതം സന്യാസ ജീവിതം നയിച്ചുകൊണ്ട് കർത്താവിനെ പ്രീതിപ്പെടുത്തിയ സിസ്റ്ററാണ് വേദിയിലുള്ള സിസ്റ്റർ. സിസ്റ്ററിൻ്റെ മുട്ടയിൽ ആയിരുന്നപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയിൽ സിസ്റ്ററിനെ ശുശ്രൂഷിച്ച സിസ്റ്റർമാരും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ നിന്നുള്ള സിസ്റ്ററിനെ കാണുകയും ശുശ്രൂഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്ത കുടുംബാംഗങ്ങളെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിൽ വേണ്ടി പോകച്ചുകൊണ്ട് ദിവസേനയുടെ മറ്റു വേദികളിലൊക്കെ എല്ലാ കാര്യത്തിലും സിസ്റ്റർമാരോടൊപ്പം ആയതുകൊണ്ട് അവരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്ത അവരുടെ ആരോഗ്യ സാഹചര്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. സിസ്റ്ററിൻ്റെ ആത്മാവ് വ്യത്യശാന്തിക്ക് വേണ്ടി നമുക്ക് ഈ രീതിയിൽ പ്രാർത്ഥിക്കാം. കുടുംബാംഗങ്ങളെ ബന്ധുമിത്രാദികളെ അതുപോലെ എല്ലാ സിസ്റ്റേഴ്സിനെയും സൗകര്യമായ എല്ലാ സിസ്റ്റേഴ്സിനെയും നമുക്ക് ഈ രീതിയിലോട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശ്വാസവും കർത്താവിൻ്റെ പ്രത്യാശയും ഇന്നത്തെ തിരുവചനത്തിലൂടെ നമ്മൾ ശ്രമിച്ചു. നിത്യമായ ഒരു ജീവിതം നമുക്കായിട്ട് കർത്താവ് സജ്ജമാക്കിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ ആ ഈശോടൊപ്പം നിത്യമായൊരു ജീവിതത്തിലേക്കാണ് കടന്നു വരികയും അപ്പോൾ നമുക്ക് ആ വലിയ ആശ്വാസം പ്രത്യാശയും ഈശോയുടെ കൂടെ ഈശോയുടെ ആത്മാവ്
കർത്താവിനോടൊപ്പം ഉണ്ട്. കൃഷ്ണന്റെ ആത്മാവ് സന്തോഷിയുണ്ട് എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വെളിയിൽ നമുക്ക് കൃഷ്ണന്റെ ആത്മാവിനെ പ്രത്യേകം മഹോന്നതമായ സ്നേഹകുടാശയാകാണല്ലോ ഞങ്ങൾ നയിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുത്തോടുകൂടി മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. കഥാവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കപ്പെടണമേ. കർത്താവ് ഞങ്ങളോടുകൂടെ ഉയർത്തുവിൻ. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ പരിശുദ്ധനായ പിതാവേ സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിൽ എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥമാണല്ലോ. അവിടുന്ന് ധന്യമായ യഥാർത്ഥ പ്രത്യാശ ഞങ്ങൾക്ക് സ്പഷ്ടമായി. അങ്ങനെ മരണത്തിന് സുനിശ്ചിതമായ അവസ്ഥയാകുന്നവർ പരാമർശിക്കുന്ന അമർത്തത്തിന് വാഗ്ദാനം ആശ്വസിപ്പിക്കപ്പെടുന്നു. എന്നാൽ കർത്താവേ, അങ്ങനെ വിശ്വാസികളുടെ ജീവിതത്തിൽ മാറ്റം വരുന്നു എന്നേ അവസാനിക്കുന്നില്ല. ഈ ലോക ജീവിതാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നിത്യഭരണം സത്യമാക്കപ്പെടുന്നു. ആകയാൽ തുടങ്ങിയ എല്ലാ സംഗീതങ്ങളോടും ചേർന്ന് അങ്ങനെ മഹത്വത്തിൽ വീട്ടിച്ച് ഞങ്ങൾ ആദരിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
പ്രളാദത്താഴം കഴിഞ്ഞ് പാദപാത്രം എടുത്ത് വീണ്ടും അങ്ങ് കേട്ടത് നിർപ്രകാശപ്പെട്ടതിന് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് ചെയ്ത് എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുകയും എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിൽ നവീനവും സനാതനമായ ഉടമ്പടിയുടെ പാദപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിന്റെ രഹസ്യം അങ്ങനെ പരിചരിക്കുന്നതിന് മനസ്സിലാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് രക്ഷയുടെ കാലപാത്രങ്ങൾക്ക് അർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ രക്തത്തിൽ പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവുമായി ചേർക്കണമേ എന്നതായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെന്ന് വ്യാപിച്ചുകൊണ്ടിരുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പാപ്പയോടും ഞങ്ങളുടെ അംഗത്തിലുള്ള അധ്യക്ഷനായ തോമസ് പിതാവിനോടും വിശ്വാസത്തിനോടൊത്ത് സഭയുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് തലപത്തിലേക്ക് കുറിച്ച് ആശി ശിഷ്യനെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശനോടൊന്നായി തീർന്ന ഇയാളെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാകണമേ. ഉയർന്നിന്റെ പ്രത്യാശയോടെ ഞങ്ങളുടെ സഹോദരങ്ങളെയും അംഗീകാരത്തിൽ നമ്മോടെ സകലനെയും ഓർക്കുകയും അങ്ങ് മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവിടെ സ്വീകരിക്കുകയും ചെയ്താൽ ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധയോടും അഗണികളുടെ ഭർത്താവായ ഭാഗ്യയുടെ യോസേഫിനോടും അനുഗ്രഹിക്കുന്നതായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങ് പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങ് പുത്രനായ യേശു ക്രിസ്തുവോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവം പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ എല്ലാം മഹത്വവും നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് പ്രത്യാശയോടെ അങ്ങനെ സഹായശക്തിയുടെ ആവശ്യങ്ങളെപ്പോഴും പാപത്തിൽ മോചിതരായി എല്ലാ വിധത്തിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. അങ്ങനെ പ്രസാദന്മാരുടെ ഞങ്ങളുടെ പാവങ്ങളെല്ലാം പിന്നെ വിശ്വാസപ്പെടുത്തുന്നത് കഴിയണമേ എന്നു ജീവിക്കുമായി ചെയ്യുന്ന പ്രാർത്ഥന കർത്താവിന്റെ സമാധാനം നിങ്ങളോടും ഉണ്ടായിരിക്കട്ടെ. സമാധാനം ആശംസിക്കുന്നു. We
വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ മേലിലൊക്കെ പങ്കെടുക്കുക അന്ത്യോപചാരക്രമങ്ങളിൽ പങ്കെടുത്ത് സിസ്റ്ററിനെ സ്വർഗീയ യാത്രയായിരിക്കുന്ന ഞങ്ങളോടൊപ്പമായിരിക്കും. നന്ദി പറയുക ശുദ്ധമായിരിക്കുക. ഈ ഭൂമിയിൽ തൻ്റെ നാഥൻ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി സ്വർഗീയ ഭവനം തേടി ജീവിതവും പുനരുദ്ധാനവുമായവരുടെ സന്നിധിയിൽ അവൻ്റെ ഫലമാകെ നിൽക്കുവാനുള്ള സ്വർഗീയ യാത്രയിൽ സിസ്റ്റർ നേതൃത്വത്തിനൊപ്പം നല്ല നാഥന് നന്ദി അർപ്പിക്കാൻ, ആരാധന അർപ്പിക്കാൻ ഇവിടെ ആയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൃതജ്ഞരായിരിക്കട്ടെ. ഈ ദൈവത്തിന് അർപ്പിക്കുന്ന ബലി എന്ന തിരുവചനത്തിനനുസൃതം നിങ്ങൾ ഓരോരുത്തരോടുള്ള എൻ്റെയും നിങ്ങളുടെ പ്രോവിൻസ് ഡാമിയൻ പ്രോവിൻസിൻ്റെയും പ്രത്യേകിച്ച് സെൻറ് ആൻസ് കോൺഗ്രിഗേഷൻ്റെയും നന്ദി അറിയിക്കുന്നതിനായി ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ആദ്യമായി സിസ്റ്റർ മേരി തരത്തിനെ പ്രതി ദൈവത്തിന് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇന്ന് സിസ്റ്ററിനെ നിര്യാണത്തിൽ അനുശോചനം അർപ്പിക്കുകയും സിസ്റ്ററിന് വേണ്ടി ദിവ്യപൂജ അർപ്പിക്കുവാനായി നമ്മോടൊത്ത് അഴിക്കുകയും ചെയ്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ദേവസ്യ അച്ഛനും പ്രിയപ്പെട്ട പോളച്ചനും കിഴാനിൽ നിന്നും വന്നെത്തിയിരിക്കുന്ന ഷിജോ ജോസ് അച്ഛനും ഏറെ സ്നേഹപൂർവ്വം ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ഇവിടെ പൂജ അർപ്പിക്കുക മാത്രമല്ല, നമ്മുടെ എതിർഭൂമിയിലേക്ക് കടന്ന് നേരത്തെ തന്നെ വന്ന് ഓഫീസ് ചൊല്ലി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് ആശ്വാസം പറയുകയും ചെയ്ത ഈ പ്രിയപ്പെട്ട എല്ലാ അച്ഛന്മാർക്കും ഞങ്ങൾ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. രണ്ടാമതായി സിസ്റ്ററിന്റെ കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് പന്തക്കൽ ഫാമിലി തൊടുപുഴയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന കുടുംബാംഗങ്ങളായിട്ടുള്ള എല്ലാവർക്കും നന്ദി അർപ്പിക്കുമ്പോൾ ആദ്യമായി സിസ്റ്ററിന്റെ മാതാപിതാക്കളെ ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുടെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭയിലേക്ക് സിസ്റ്ററിനെ ധനമായി നൽകുവാൻ ആ മാതാപിതാക്കൾ അനുഗ്രഹിച്ചതിലൂടെ അനേകം ഞങ്ങൾക്ക് ഈ സിസ്റ്ററിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രോഗ്രാംസിലേക്കും സഭയിലേക്കും ഒക്കെ കടന്നു വരുവാൻ ഇടയാക്കിയ മാതാപിതാക്കളെ നാം ഇങ്ങോട്ട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളായ പന്തക്കൽ ഫാമിലി അംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും ഓർത്ത് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. സിസ്റ്ററിന്റെ ഒരു സഹോദരി എസ് കോൺവെന്റിലുണ്ട്. ആ കോൺവെന്റിൽ നിന്നും സഹോദരിയോടൊപ്പം കടന്നു വന്നിരിക്കുന്ന മറ്റെല്ലാ സിസ്റ്റേഴ്സിനും, അതേപോലെ തന്നെ ജയമാത നാലാചര ജയമാത സമൂഹത്തിൽ നിന്നും വന്നിരിക്കുന്ന ബ്രദേഴ്സിനും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന നമ്മുടെ എല്ലാ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു കാര്യം വിട്ടുപോയി, നമ്മുടെ ക്രിസ്തുമസ് പിതാവ് നമ്മുടെ അതിരൂപതയെ പ്രതിനിധീകരിച്ച് എതിർക്കോവിൽ വരികയും സിസ്റ്ററിന് വേണ്ടി ഓഫീസിൽ പ്രാർത്ഥിക്കുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു.
അദ്ദേഹത്തിനും സ്നേഹപൂർവ്വം ആദരപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഞങ്ങളുടെ തന്നെ വിവിധ ഇടവകളിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റേഴ്സ്, ആ ഇടവകളെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന സിസ്റ്റേഴ്സിനോടൊപ്പം വന്നിരിക്കുന്ന മറ്റ് ഇടവക ജനങ്ങൾ, അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സഹോദരിമാർ ഓരോരുത്തർക്കും കുറേ അധിക സമയം സിസ്റ്ററിന് വേണ്ടി രാവിലെ തന്നെ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത സിസ്റ്റേഴ്സ് ഉണ്ട്. അവർക്കും ഇടവകയിൽ നിന്നെത്തിയ മറ്റെല്ലാ സഹോദരങ്ങൾക്കും, പ്രത്യേകിച്ച് കുന്നുംപുറം, ഉത്സവർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെത്തിയവർക്കും ഫാദർ ഷാക്കും അച്ഛനും പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുന്നു. കുട്ടികളുടെ ഇടവകയിലെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ, PCC യൂണിറ്റ് അംഗങ്ങൾ തുടങ്ങിയവരെല്ലാവരും തന്നെ സിസ്റ്ററിനെ വേണ്ടി പ്രാർത്ഥിക്കാൻ അവിടെ കടന്നു വന്നിരുന്നു. ഇപ്പോഴും നമ്മളോടൊപ്പമായിട്ടുണ്ട്. അവരെല്ലാവരെയും സ്നേഹപൂർവ്വം ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. സിസ്റ്ററിനെ സഹായിച്ച ഡോക്ടറെ, അതേപോലെ തന്നെ സഹായിച്ച മറ്റ് പലതരത്തിൽ സഹായിച്ചിട്ടുള്ള നമ്മുടെ ഉപകാരികൾ, സഹകാരികളായിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് ഏറ്റുപോലെ സിസ്റ്റേഴ്സിനെ, സിസ്റ്റർ മേരിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് സിസ്റ്റേഴ്സ് എല്ലാവരും കുറച്ച് നാള് സിസ്റ്റർ കിടപ്പിലായിരുന്നു. അപ്പോൾ ഏറ്റവും സ്നേഹപൂർവ്വം ദൈവസ്നേഹത്തെ പ്രതിയുള്ള അവരുടെ ആ ത്യാഗം നിറഞ്ഞ സേവനം സിസ്റ്ററിന് വേണ്ടി ചെയ്തതെല്ലാം സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് ഞാൻ സിസ്റ്റർ മേരിക്കും ഒപ്പമായിരുന്ന നമ്മുടെ എതിർപ്പിലെ എല്ലാ സിസ്റ്റേഴ്സിനും, കുറച്ച് സിസ്റ്റേഴ്സിനും, അവരെ സഹായിച്ച കുട്ടികൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഈ കുർബാനയിൽ നമ്മുടെ പാട്ടുപാടാൻ സഹായിച്ച പേരംഗങ്ങൾ വൈദ്യു ജോസിക്കും സുമയ്ക്കും മറ്റും സിസ്റ്റേഴ്സിനും പ്രത്യേകം നന്ദി പറയുന്നു. ഓട്ടർ ബോയ്സിനും സക്രൈസ്റ്റിനും നന്ദി അറിയിക്കുന്നു. മറ്റും നമ്മളെ പലതരത്തിൽ സഹായിച്ച എല്ലാവർക്കും ഓട്ടോഗ്രാഫേഴ്സ്, അതേപോലെ തന്നെ പലതരത്തിൽ നമ്മളോടൊപ്പമായിരിക്കുകയും സഹകരിക്കുകയും സെൻറ് ജോസഫിൽ നിന്ന്, സെൻറ് ജോസഫ് സ്കൂളിൽ നിന്ന് വന്ന ടീച്ചേഴ്സ്, മറ്റെല്ലാവരെയും, നമ്മുടെ സഹായികളും, നമ്മുടെ സ്നേഹിതരും, പ്രിയപ്പെട്ടവരുമായി കടന്നു വന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകം ഓർക്കുകയും നന്ദി അറിയുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞങ്ങൾ അന്വേഷിച്ചു പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മധ്യത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഥാപാത്രങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. സഹോദരേക്ക് സേവപ്രകാരം ശരീരം സംസ്കരിക്കുന്നവർക്ക് സർവജീവജാലമായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മൾ സംസ്കരിക്കുന്ന സഹോദരന്റെ മനുഷ്യരമായ ശരീരം സർവശക്തനായ ദൈവം മനുഷ്യരമയോട് ഉയർത്തിച്ച് വിശുദ്ധന്റെ സന്നദ്ധ ചേർത്തവരുടെ അവിടെ ആഗ്രഹിക്കുമ്പോൾ കർമ്മം കാണാതെ പാവങ്ങളോടുകൂടി ശിക്ഷയിൽ നിന്ന് മോചനം നൽകട്ടെ. സ്നാതനയായ തിരുവോണത്തിലേക്ക് നയിച്ച് സ്നേഹനിധിയായ പിതാവുമായി രക്ഷിപ്പിക്കട്ടെ. സ്നാതന സന്നിധി എല്ലാ വിശുദ്ധരോടും നിത്യാനം അനുഭവിക്കാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യുവാനാകട്ടെ. വിശുദ്ധരുമായ സന്ദർഭത്തിൻ്റെ അടയാളമായി വിലാസികളുടെ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവായ വിലാസിക്ക് സ്വർഗപാഠം തുറന്നു കൊടുക്കുകയാണെങ്കിൽ പിതാവിന്റെ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വാസത്തിൽ പരസ്പരം ആശ്വാസം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേർന്ന് വീണ്ടും സഹോദരൻ കാണുവാൻ
സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കണമേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. കർത്താവായ യേശുക്രിസ്തുവാണ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശരീരം പ്രവർത്തീകരിച്ചില്ല. പതിനുള്ള ശരീരം ഉള്ളടക്കം ചെയ്യുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ ഈ ദാസ്യമർത്ഥത്തോടെ ഉയർപ്പിക്കുന്നവരെ ഇയാളുടെ ശരീരമുള്ള വിശ്രമം കൊണ്ടുപോകാനാകട്ടെ. ഞങ്ങളുടെ ദൈവദേശം പിതാവായ ദൈവത്തിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിച്ചു വാഴുന്നാലേ ഞങ്ങളുടെ പ്രാർത്ഥന. ശിശുവേദിചരിക്കത്തിലെ സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് എൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിൽ നിന്നെടുത്ത ശരീരത്തിൽ നാഗപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുനാഥൻ ആദ്യമായി ഉയർത്തുന്ന ഏറ്റവും എളിയവരായ നമ്മുടെ ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുരൂപപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തിരുക്കരങ്ങളിൽ ഈ ശിക്ഷണെ നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടുന്ന് നിത്യശാന്തി നൽകിയ അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാവുന്നു. എന്നെ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. എന്നെ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരിക്കലും നിത്യമരണം പ്രാപിക്കില്ല എന്നല്ല ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ ശിക്ഷണന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിൻ്റെ ശവകുടീരത്തിങ്ങൾ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ ശിക്ഷന് നിത്യായുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ചുടനെ പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഞങ്ങളുടെ ഈ ശിക്ഷനെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്ത ഈ ശിക്ഷനെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കടത്തി ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച് ഞങ്ങളുടെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശിഷ്യന്റെ വേർപാട് ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം ഉള്ളവയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവെ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത
അനുഗ്രഹിച്ച ഈ ദാസി ചെയ്തു പോയ തെറ്റുകൾ ദയാവർ ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരണവനായ മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തിരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. കുടുംബാംഗങ്ങൾ ഒരു വാക്ക് പറയാം. എൻ്റെ മൂത്ത സഹോദരിയായ ചേച്ചിയുടെ നിര്യാണത്തിൽ ഇവിടെ വന്ന് അനുശോചനം അർപ്പിക്കുകയും പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കുകയും ചെയ്ത അഭിനന്ദ പിതാവിനും മറ്റെല്ലാ വൈദികർക്കും ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ചേച്ചിയുടെ രോഗാവസ്ഥയിൽ ചേച്ചിയെ ശുശ്രൂഷിച്ച സെൻറ് ആൻസ് കോൺവെൻറ്റിലെ ഈ പ്രിയപ്പെട്ട മേരി സിസ്റ്ററിനും മറ്റംഗങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഹൃദയംഗമമായി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എനിക്കറിയാം, 1-2 തവണ ഞാനിവിടെ വന്ന് ചേച്ചിയെ കാണാനിടയായി. അപ്പോൾ ഇവരുടെ ക്ഷമയും സഹിഷ്ണുതയും എല്ലാം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതാണ്. കാരണം ചേച്ചി അവസാന കാലഘട്ടങ്ങളിൽ ഓർമ്മ തീരെ കുറവുള്ള ആളായിരുന്നു. ഒന്നും ഞങ്ങളെ തന്നെ മനസ്സിലാവുകയില്ലായിരുന്നു. ഞാൻ അനീതിയാണെന്ന് പറഞ്ഞാൽ പോലും ആരാ ഏതാ എന്ന് ചോദിക്കുമായിരുന്നു. ആ അവസ്ഥയിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാം ക്ഷമയോടെ സഹിക്കുകയും ചെയ്ത സെൻറ് ആൻസ് കോൺവെൻറ്റിലെ എല്ലാ സിസ്റ്റേഴ്സിനും, പ്രത്യേകിച്ച് മദറിനും, ഞങ്ങളുടെ പന്തക്കൽ കുടുംബത്തിൻ്റെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പോകും
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലിയാൽ കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, എത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനും സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോട്